അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 29-ാമത്തെ ജുസ് സൂറത്തുൽ മുൽക്ക്, ഖലം, ഹാഖ, മആരിജ്, നൂഹ്, ജിന്ന്, മുസമ്മിൽ, മുദ്ദസിർ, ഖിയാമ, ദഹർ, മുർസലാത്ത്, അങ്ങനെ 11 സൂറത്തുകളുണ്ട് ഈ ജുസ്ഇൽ. സാധാരണ ജുസ്ഇൽ നിന്ന് മാറ്റമായിട്ട് 24 പേജുണ്ട്, അഥവാ 4 പേജ് അധികമുണ്ട്. സൂറത്തുൽ മുൽക്ക് ദിവസേന ഓതേണ്ട സൂറത്താണ്. ഖബർ ശിക്ഷയിൽ നിന്നുള്ള കാവലാണ്. സജദയും മുൽക്കും മഗ്രിബിന് ശേഷം ഓതൽ പ്രധാനപ്പെട്ട സുന്നത്തായിട്ടുള്ള സൂറത്തുകളാണ്. ഇതിലാദ്യം തന്നെ പറയുന്നൊരു സംഗതി, അല്ലാഹു തആല ജീവിതവും മരണവും സൃഷ്ടിച്ചു നിങ്ങളെ പരീക്ഷിക്കാൻ. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല അമൽ ചെയ്യുന്നതെന്ന് പരിശോധിക്കാൻ. ഏറ്റവും വലുത് അക്ബർ അല്ലെങ്കിൽ അക്സർ എന്നല്ല, അഹ്സൻ, ഏറ്റവും നല്ല അമൽ. നമ്മുടെ പ്രവൃത്തികളെ നന്നാക്കുക, അത് നല്ല സൗന്ദര്യമുണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ചെയ്യുന്നത് പതിവായിട്ട് ചെയ്യുക, സുന്നത്തനുസരിച്ച് ചെയ്യുക, അതുപോലെ അതിൻ്റെ ഭംഗിയിൽ ചെയ്യുക. ഒരു ദിവസം നിങ്ങൾ 10 പേജ് ഓതി, പിന്നെ 3 ദിവസം ഓതില്ല, പിന്നെ 16 പേജ് ഓതി എന്നതിന് പകരം ഡെയിലി ഒരു 8-10 പേജ് ഓതിയിരുന്നെങ്കിൽ അതാണ് അഹ്സൻ അമൽ. ഓരോ കാര്യത്തിലും അതതിൻ്റെ വൃത്തിയിൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അക്സർ അല്ലെങ്കിൽ അക്ബർ എന്ന് പറയാതെ അഹ്സൻ എന്ന് തിരഞ്ഞെടുത്ത് പറയുമ്പോൾ നമ്മുടെ അമലുകൾക്ക് വൃത്തി വേണം, സൗന്ദര്യം വേണം എന്നർത്ഥം. അതുപോലെ ഈ സൂറത്തിൽ അല്ലാഹു തആല അല്ലാഹുവിൻ്റെ ചില അനുഗ്രഹങ്ങൾ അത് എടുത്തു കളഞ്ഞാൽ പിന്നെ നിങ്ങൾക്കതിന് പകരം ആര് തരും എന്ന് ചോദിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ അത് വറ്റിപ്പോയി അല്ലെങ്കിൽ അത് കലങ്ങിപ്പോയി, ശുദ്ധമായ വെള്ളം കൊണ്ടുവന്ന് തരാൻ ആരുണ്ട്? അങ്ങനെ അല്ലാഹുവിൻ്റെ ധാരാളം നിഅമത്തുകൾ, അല്ലാഹുവിൻ്റെ ഖുദ്റത്തുകൾ ഈ സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു തആല വിവരിക്കുന്നുണ്ട്. അടുത്തത് സൂറത്തുൽ ഖലമാണ്. ഒരു ഉപ്പയുടെ മക്കൾ. ഉപ്പ നല്ല ധർമ്മിഷ്ഠനായിരുന്നു. മക്കൾ തീരുമാനിച്ചു ഇനിയിപ്പോൾ നമ്മളെ തോട്ടത്തിൽ നിന്നുള്ള പഴങ്ങളൊന്നും അങ്ങനെ എല്ലാവർക്കും കൊടുക്കേണ്ടതില്ല, അതുകൊണ്ട് രാവിലെ നേരത്തെ പോയി എല്ലാം പറിച്ച് മിസ്കിന്മാർ വരുന്നതിന് മുമ്പ് എല്ലാം ക്ലിയർ ആക്കണമെന്ന് തീരുമാനിച്ചു. നല്ലൊരു സാലിഹായ മനുഷ്യൻ്റെ മക്കളാണ്. അവർ ഒരു ദുർബല നിമിഷത്തിൽ അങ്ങനെ തീരുമാനം എടുത്തു. എന്താണെങ്കിലും പോയപ്പോൾ അവർ കാണുന്ന സംഗതി, ആ പാടമൊക്കെ നഷ്ടപ്പെട്ടു പോയത്, നശിച്ചു പോയതാണ് കാണുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, നമ്മൾ വഴിതെറ്റിപ്പോയോ? ഇല്ല, വഴിതെറ്റിപ്പോയതല്ല, നമ്മൾ ആലോചിച്ചത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് അവർക്ക് പറ്റിയ തെറ്റിൽ ഖേദിക്കാൻ കാരണമായി. അപ്പം ഉപ്പ ചെയ്ത സദഖ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ അവസരം കിട്ടുന്ന സദഖ അത് നിലനിർത്തി കൊണ്ടുപോകാമെന്നല്ലാതെ ഒരിക്കലും കൂടിപ്പോയി എന്ന് കരുതി പുറകോട്ടേക്ക് പോകരുത്, അത് വലിയ അപകടമാണ്. ശേഷം സൂറത്തുൽ ഹാഖ, ഇതിലുള്ള ഈ ജുസിലുള്ള പല സൂറത്തുകളിലും ഖിയാമത്തിൻ്റെ സുദീർഘമായ വിവരണമുണ്ട്. സൂറത്തുൽ ഹാഖയിൽ ഖിയാമത്ത് വിവരിച്ചതിന് ശേഷം മനുഷ്യന് ഗ്രന്ഥം നൽകാനുള്ള ഒരു അവസ്ഥ പറയുന്നുണ്ട്. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാ ഉമുഖറഉ കിതാബിയ. എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറയും, എൻ്റെ കിതാബ് വായിച്ചു നോക്കൂ, ഞാൻ നേരത്തെ കണക്കൂട്ടിയിരുന്നു ഇങ്ങനൊരു ദിവസം വരുമെന്ന്. അങ്ങനെ അവരോട് പറയപ്പെടും, നിങ്ങൾ കഴിഞ്ഞുപോയ ദിവസങ്ങൾക്ക് പകരമായി സമൃദ്ധമായി തിന്നോളൂ, കുടിച്ചോളൂ. അതായത് ഒരുപാട് ത്യാഗം സഹിച്ച് കഴിഞ്ഞുപോയ ദിവസങ്ങൾക്ക് പകരമായി സമൃദ്ധമായി തിന്നോളൂ, കുടിച്ചോളൂ എന്ന് പറയപ്പെടും. നേരെ മറിച്ച് കിതാബ്, അവരുടെ അമലുകൾ എഴുതിയ ഗ്രന്ഥം മുതുകിൻ്റെ പുറകു ഭാഗത്തൂടെ ഇടത് കയ്യിൽ നൽകപ്പെടുന്നവർ, അവർ പറയും, ഈ ഗ്രന്ഥം കിട്ടിയില്ലെങ്കിൽ എത്ര നന്നായിരുന്നു, ഇതിനു വേണ്ടി തയ്യാറായില്ലല്ലോ, എൻ്റെ സമ്പത്തും പോയി, എൻ്റെ അധികാരവും പോയി എന്ന് പറഞ്ഞ് അവരവിടെ വിലപിക്കും. ശേഷം സൂറത്തുൽ മആരിജാണ്. ഒരു ദിവസം, ആഖിറത്തിലൊരു ദിവസം ഇവിടുത്തെ 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമുണ്ട് എന്ന് സൂറത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പറയുന്നു. ഖിയാമത്തിനെ നിങ്ങൾ വളരെ ദൂരെയായിട്ട് കാണുന്നു, എന്നാൽ അല്ലാഹു അതിനെ വളരെ അടുത്തായിട്ടാണ് കാണുന്നത്. ശേഷം മനുഷ്യന് കുടുംബക്കാരെയൊക്കെ വിട്ട് ഓടുന്ന രംഗം സൂറത്തുൽ മആരിജിൽ അല്ലാഹു വിവരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുഅ്മിനീങ്ങളുടെ നല്ല ഗുണങ്ങൾ, സൂറത്തുൽ മുഅ്മിനീനിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഒരു ഗുണവും കൂടെ, സാക്ഷ്യം നല്ല രീതിയിൽ നിർവഹിക്കുന്നവരാണ് എന്ന, അത് അമാനത്തുകളൊക്കെ പറ്റി പറഞ്ഞതിന് ശേഷം അവർ ശരിയായ രീതിയിൽ സാക്ഷി നിൽക്കുന്നവരാണ് എന്ന കാര്യം അല്ലാഹു തആല വിവരിക്കുന്നുണ്ട്. പിന്നെ സൂറത്തു നൂഹാണ്. അടിമുടി ദഅവത്താണ്. നൂഹ് നബി അലൈഹി സ്വലാം 950 വർഷം ദഅവത്ത് ചെയ്തത്. രഹസ്യമായിട്ട് പറഞ്ഞു, പരസ്യമായിട്ട് പറഞ്ഞു, പല രീതിയിലും പറഞ്ഞു. അവസാനം അവർക്കെതിരെ ബദ്ദുആ ചെയ്യുന്നത് രംഗം വരെ സൂറത്തു നൂഹിൽ വിവരിക്കുന്നത് കാണാൻ സാധിക്കും. അടുത്തത് സൂറത്തുൽ ജിന്ന്. ജിന്നുമായി ബന്ധപ്പെട്ട ധാരാളം വിശേഷങ്ങൾ. ജിന്നുകൾക്ക് ഖുർആൻ കേൾക്കാൻ അവസരം കിട്ടിയപ്പോൾ അവർ നല്ല പ്രബോധകരായിട്ട് തിരിച്ചു പോയതും. എന്നിട്ട് അവർ പറയണം, ആളുകളുടെ ധാരണയുണ്ട് ജിന്നുകൾക്കെല്ലാം സാധിക്കും, അവരെ കൂട്ടുപിടിച്ചാൽ മതി. ഇല്ല, അവർ അല്ലാഹുവിൻ്റെ സൃഷ്ടികളാണ്. അവർ പറയാണ്, ഇവിടെ നടക്കുന്ന പല സംഗതികളും നമ്മൾ അറിയുന്നേ ഇല്ല. സൂറത്ത് സബയിൽ കാണാം, സുലൈമാൻ നബി അലൈഹി സ്വലാം ജോലിക്ക് ഏൽപ്പിച്ചിട്ട് അദ്ദേഹം നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിട്ട് മുമ്പിലുള്ള ജിന്നുകൾ അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ജിന്നെന്ന് പറഞ്ഞാൽ നാട്ടിലെ എല്ലാ കാര്യവും അറിയുന്നവരെന്നല്ല. ഒരു മനുഷ്യൻ അറിയാത്ത ചില സംഗതികൾ മറ്റു മനുഷ്യന്മാർക്ക് അറിയുന്നത് പോലെ
നമുക്കറിയാത്ത ചില സംഗതികൾ അവർക്കറിയുന്നതല്ലാതെ എല്ലാം അറിയുന്നവരോ ഇനി ഇൽമുൽ ഗൈബ്, അതായത് സ്വതന്ത്രമായി അറിയുന്നവരോ പൂർണ്ണമായി അറിയുന്നവരോ ഒന്നുമല്ല. അല്ലാഹു തആല അവർക്ക് നമുക്കറിയാത്ത പല കാര്യങ്ങളും അവർക്ക് അറിയിച്ചു കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ പേരിൽ അവരോട് കാവൽ തേടുകയോ അല്ലെങ്കിൽ അവരെ ആരാധിക്കുകയോ അല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ആശയം സൂറത്തുൽ ജിന്നിൽ കാര്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ സൂറത്തുൽ മുസമ്മിൽ തഹജ്ജുദിൻ്റെ പ്രാധാന്യം വളരെ കൂടുതൽ പറയുന്ന സൂറത്താണ്. രാത്രിയുടെ യാമങ്ങൾ നമസ്കാരം നിർവഹിക്കണമെന്നും ഖുർആൻ നല്ല രീതിയിൽ പാരായണം ചെയ്യണം എന്ന് സൂറത്തുൽ മുസമ്മിലിൽ കാണാം. അതുപോലെ റബ്ബുൽ മഷ്രിഖി വൽ മഗ്രിബി ലാ ഇലാഹ ഇല്ലാഹു ഫത്തഖിദ്ഹു വക്കീല, കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഉടമസ്ഥനായ പരിപാലകനായ അള്ളാഹുവിനെ നിങ്ങൾ നിങ്ങളുടെ വക്കീലാക്കണം. അള്ളാഹുവിനെ നിങ്ങൾ നിങ്ങളുടെ വക്കീലാക്കണം. അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കണം. എല്ലാ ബന്ധങ്ങളും മുറിച്ച് മാറ്റിക്കൊണ്ട് അവനിലേക്ക് അറ്റുവീഴണം തുടങ്ങിയ പരാമർശങ്ങൾ സൂറത്തുൽ മുസമ്മിലിൽ കാണാൻ സാധിക്കും. ശേഷം സൂറത്തുൽ മുദ്ദസിർ ദഅവത്തിൻ്റെ ആരംഭത്തിൽ വരുന്ന സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യത്തെ വഹ്യൊക്കെ കിട്ടി അടുത്ത സ്റ്റേജിൽ ജനങ്ങൾക്ക് ദഅവത്ത് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ വലിയ അക്രമികളായിട്ടുള്ള നിഷേധികൾ, വലീദ് ഇബ്നു മുഗീറയെ പോലുള്ളവർ, അവരുടെ പത്രാസ് മക്കളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ അറബികൾക്ക് വലിയ സംഗതിയായിരുന്നു. കുറേ മക്കളുണ്ടെങ്കിൽ ഭയങ്കര പൊങ്ങച്ചെന്ന് അടിക്കുക എന്നുള്ളത്. പക്ഷെ അവരുടെ പതനം വളരെ വലുതായിരിക്കും എന്ന് അല്ലാഹു തആല സൂറത്തുൽ മുദ്ദസിറിൽ പറയാണ്. സൂറത്തുൽ ഖിയാമ കല്ല ഇദാ ബലഗതി തറാഖി, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞാൽ മനുഷ്യൻ ചോദിക്കും, ഒന്ന് മന്ത്രിച്ചു തരാൻ ആരെങ്കിലും ഉണ്ടോ? അവൻ്റെ രണ്ട് കാലുകളും തമ്മിൽ ഇങ്ങനെ കൂട്ടി പിണഞ്ഞു പോകും. അവൻ മനസ്സിലാക്കും ഇത് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന സമയമാണ്. അപ്പം മനുഷ്യൻ്റെ അവസാനത്തെ രംഗം വിവരിക്കുന്നത് കാണാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു നിർദ്ദേശം ഈ സൂറത്തുൽ ഖിയാമയിൽ കാണാം. അല്ലാഹു തആല വഹി അവതരിപ്പിക്കുന്ന സമയത്ത് ധൃതിപ്പെട്ടുകൊണ്ട് അങ്ങ് പാരായണം ചെയ്യണമെന്നില്ല. അതായത് ഹൃദ്യസ്ഥമാക്കാൻ വേണ്ടി ആ ഓതൽ അതുപോലെ പഠിക്കാൻ വേണ്ടി തങ്ങളിങ്ങനെ കൂട്ടത്തിൽ തന്നെ ഓതാണ് ധൃതിയിൽ. അങ്ങനെ ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബി, നബിയെ അങ്ങയുടെ നാവ് ചലിപ്പിക്കണമെന്നില്ല, ധൃതി കൂട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യണമെന്നില്ല. തീർച്ചയായിട്ടും ഇത് നാം താങ്കൾക്ക് ശേഖരിച്ചു തരും. അഥവാ ഖുർആൻ്റെ ഹിഫ്ള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല നേരിട്ട് നടത്തി കൊടുത്തതാണ്. അതല്ലാതെ ഓതി കാണാതെ പഠിച്ചതല്ല. നബി തങ്ങളുടെ ഹൃദയത്തിൽ തന്നെ അല്ലാഹു തആല തന്നെ സൂക്ഷിച്ചതാണ്. ഇന്ന അലൈന ജംഅഹു വ ഖുർആന, അങ്ങനെ അത് ഓതി കഴിയുമ്പം താങ്കൾ ആ ഓതലിനെ പിൻപറ്റുകയും പിന്നെ അതിൻ്റെ വിവരണം തരികയും ചെയ്യും. അപ്പം ഹൃദ്യസ്ഥമാക്കാനുള്ള സൗകര്യം അല്ലാഹു നേരിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഓതുന്ന സമയത്ത് ആ ഓതൽ ശ്രദ്ധിക്കുക. ശേഷം അല്ലാഹു തആല അതിനെ വിശദീകരിച്ച് തരുമെന്ന് പറയുമ്പോൾ നമ്മൾ ഖുർആൻ പഠിക്കുന്നതിൻ്റെ ക്രമം ആദ്യം ഹിഫ്ള്, പിന്നെ തഫ്സീർ, അതിലേക്കുള്ളൊരു സൂചന ഈ വചനങ്ങളിൽ കാണാം. പിന്നെ സൂറത്തു ദഹർ, മനുഷ്യൻ്റെ നിസ്സാരത പറയാണ്. ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട്, അന്ന് നിങ്ങൾ പറയാവുന്നൊരു വസ്തു പോലും ആയിരുന്നില്ല. അപ്പോൾ ആ സ്റ്റേജ് നമ്മൾ ആലോചിച്ച് നോക്കണം. പിതാവിൻ്റെ മുതുകിലായിരുന്ന സമയം, പിന്നെ ഒരു തുള്ളിയായ സമയം, ശേഷം രണ്ടും തമ്മിൽ ചേർന്ന് ഗർഭപാത്രത്തിലെത്തിയ സമയം, ഇങ്ങനെയുള്ള ആ സ്റ്റേജ്, പിന്നെ ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് ഭൂമിയിൽ വരുന്നു. അള്ളാഹു നമുക്ക് രണ്ട് വഴി കാണിച്ചിരിക്കുന്നു, ഒന്നെങ്കിൽ നന്ദിയുള്ള വഴി അല്ലെങ്കിൽ നന്ദി കെട്ട വഴി. ഇത്രയും നിസ്സാരതയിൽ നിന്ന് വന്നൊരാൾ എങ്ങനെ നന്ദി കെട്ട വഴിയിലേക്ക് പോകും? പുറകിലുള്ളത് ഓർത്ത് കഴിഞ്ഞാൽ നന്ദിയുള്ള വഴി മാത്രമേ മനുഷ്യൻ തിരഞ്ഞെടുക്കൂ. അതുപോലെ മുഅ്മിനീങ്ങളുടെ ഗുണം, അവരുടെ വിഭവങ്ങൾ അവർക്ക് ആവശ്യമുള്ളതിനോടൊപ്പം തന്നെ മിസ്കീന്മാർക്കും തടവ് പുള്ളികൾക്കും അതുപോലെ തന്നെ അർഹരായ ആളുകൾക്ക് എല്ലാവർക്കും, യതീമുകൾക്കും എല്ലാവർക്കും അർഹരായ ആളുകൾക്ക് കഴിപ്പിക്കുന്നവരാണെന്ന് മാത്രമല്ല, അത് പേര് വരാൻ വേണ്ടിയല്ല, റീൽസ് എടുക്കാൻ വേണ്ടിയല്ല, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ല, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. ഒരു നന്ദിയോ പകരമോ പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ ദുആ ചെയ് എന്ന് പറയുന്നത് പോലും ഈ സന്ദർഭത്തിൽ, അതായത് ഒരു ഉപകാരം ചെയ്തിട്ട് പോലും അത് പറയാതിരിക്കും. കാരണം ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒന്നും പ്രതീക്ഷിക്കുന്നതിനാൽ നമ്മൾ ദുആ ചെയ്, ഇത് നന്ദിൻ്റെ പേരിൽ അവരോടൊരു ദുആ ആവശ്യപ്പെടുന്നത് പോലും ചിലപ്പം നിങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി തന്നെ ഒരു സംഗതി കൊടുത്തിട്ട് അത് വേറെ കാര്യം, അതല്ല അതൊരു ഉപകാരം ചെയ്തു. ഒരു നന്ദി വാക്കും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുന്നൊരു സ്റ്റേജ്, അത് ഒരു ഉയർന്ന കാര്യമാണ്. അത് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ശുക്ർ പോലും, ഒരു ജസാക്കല്ലാഹ് ഖൈർ പോലും ആഗ്രഹിക്കാതിരിക്കലാണ് നല്ലത്. സ്വാഭാവികമായിട്ടും അത് പറയുന്ന സമയത്ത് ഒരുപക്ഷെ കൊടുക്കുന്ന ആൾക്ക് സന്തോഷം ഉണ്ടായിരിക്കും, അതൊക്കെ വേറെ കാര്യം. കൊടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒന്നും പ്രതീക്ഷിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. പിന്നെ മുർസലാത്ത്, സൂറത്തുൽ മുർസലാത്ത് അവസാനത്തെ 1.5 പേജുള്ള സൂറത്താണ്. ഖിയാമത്തിനെ കുറിച്ചുള്ള, ആദ്യം തന്നെ സത്യം ചെയ്തുകൊണ്ട് ഉറപ്പായിട്ടും ഖിയാമത്ത് സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഖിയാമത്തിനെ കുറിച്ചുള്ള വിവരണമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇതിലെ മുഴുവൻ സൂറത്തിൽ നിന്നും 1-2 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. വളരെ പ്രധാനപ്പെട്ട സൂറത്തുകളാണ്, നന്നായിട്ട് പാരായണം ചെയ്യേണ്ടതാണ്. പഠിക്കാനൊക്കെ വളരെ എളുപ്പമുള്ള ചെറിയ ചെറിയ സൂറത്തുകളാണ്. അല്ലാഹു തആല ശരിയായ രീതിയിൽ ഖുർആനെ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും അതിനെ ഉൾക്കൊള്ളാനും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.
ശുക്രൻ ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.